യേശുമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. സെപ്റ്റംബർ 8 പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ വേളാങ്കണ്ണി മാതാവിനെ കുറിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധ അമ്മ പല രൂപങ്ങളിൽ, പല പേരുകളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് അറിയപ്പെടുന്നുണ്ട്. കിഴക്കിന്റെ ലൂർദ് എന്നറിയപ്പെടുന്ന വേളാങ്കണ്ണിയിലെ ആരോഗ്യമാതയെ അറിയാത്തവരായി ഇന്നാരുമില്ല. ജാതിമത ഭേദമന്യേ നിരവധി ആളുകളാണ് അമ്മയുടെ ആശ്രയം തേടി അവിടേക്ക് ഓടിയെത്തുന്നത്. വേളാങ്കണ്ണിയിൽ 3 തവണയാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടതായി വാമൊഴിയിൽ പറയപ്പെടുന്നത്. ആദ്യമായി 16-ാം നൂറ്റാണ്ടിൽ വേളാങ്കണ്ണി സ്വദേശിയായ ഹൈന്ദവ ബാലൻ ഒരു കുടം നിറയെ പാലുമായി തൻ്റെ യജമാനന് കൊടുക്കുവാൻ പോവുകയായിരുന്നു. നടന്ന് തളർന്ന് ക്ഷീണിച്ച ബാലൻ ഒരു കിണറ്റിനരികെ ആൽമരച്ചുവട്ടിൽ വിശ്രമിക്കുവാനിരുന്ന് തളർന്ന് ഉറങ്ങിപ്പോയി. പെട്ടെന്ന് മനോഹരമായ ഒരു ശബ്ദം കേട്ട് കണ്ണു തുറന്നപ്പോൾ ശോഭയേറിയ ഒരു കൈക്കുഞ്ഞുമായി അതീവ സുന്ദരിയായ ഒരു സ്ത്രീ തൻ്റെ മുമ്പിൽ നിൽക്കുന്നു. ആ സ്ത്രീ അവനോട് ചോദിച്ചു, എൻ്റെ കുഞ്ഞിന് കൊടുക്കുവാൻ കുറച്ച് പാൽ തരുമോ എന്ന്. കുടത്തിലെ പാൽ കുറയുമോ എന്ന ഭയമുണ്ടെങ്കിലും ആ ബാലൻ ആ കുഞ്ഞിനുള്ള പാൽ സ്ത്രീക്ക് നൽകി. പിന്നീട് സമയം വൈകിയതിനാൽ വേഗം തൻ്റെ യജമാനന്റെ അടുക്കിലേക്ക് ഓടിയെത്തി. സംഭവിച്ചതെല്ലാം യജമാനനോട് തുറന്നു പറഞ്ഞു. എന്നാൽ ഇതൊന്നും വിശ്വസിക്കാതെ യജമാനൻ ആ ബാലനെ വഴക്കു പറയുകയും പാൽക്കുടത്തിന്റെ മൂടി തുറന്നപ്പോൾ കുടത്തിൽ നിന്ന് പാൽ നിറഞ്ഞു കവിഞ്ഞൊഴുകുകയും ചെയ്തു. ഇത് കണ്ട് അത്ഭുതപ്പെട്ട യജമാനൻ അവനെയും കൊണ്ട് തിടുക്കത്തിൽ തന്നെ ആൽമരച്ചുവട്ടിലെത്തി. അപ്പോഴും ആ സ്ത്രീയും കുഞ്ഞും അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് അപ്രത്യക്ഷയായി. കുറച്ചു കാലങ്ങൾക്ക് ശേഷം വീണ്ടും അംഗവൈകല്യമുള്ള ഒരു ഹൈന്ദവ ബാലന് മാതാവ് പ്രത്യക്ഷപ്പെട്ടു. മാതാവ് അവനോട് പറഞ്ഞു, ഗ്രാമത്തിൽ നിന്റെ യജമാനന്റെ അടുക്കൽ പോയി എൻ്റെ രൂപം ഇവിടെ പ്രതിഷ്ഠിക്കുകയും എനിക്കായി ഒരു പള്ളി പണിയുകയും വേണമെന്ന് പറയുക. ആ ബാലൻ മാതാവിനോട് പറഞ്ഞു, എൻ്റെ കാലിൽ മുടന്താണ്, ഇത്രയും അധികം ദൂരം എനിക്ക് നടക്കുവാൻ സാധിക്കുകയില്ല എന്ന്. ഉടൻ തന്നെ മാതാവ് അവൻ്റെ കാലിലെ മുടന്ത് മാറ്റി കൊടുത്ത് രോഗസൗഖ്യം നൽകി. ഉടനെ തന്നെ അവൻ തൻ്റെ യജമാനന്റെ അരികിലേക്ക് എത്തുകയും സംഭവിച്ചതെല്ലാം പറയുകയും ചെയ്തു. ആ ഹൈന്ദവ യജമാനൻ അവനെയും കൂട്ടി ആ സ്ഥലത്തേക്ക് എത്തി. പക്ഷേ മാതാവും കുഞ്ഞും അപ്രത്യക്ഷമായിരുന്നു. അദ്ദേഹം അവിടെ മാതാവിൻ്റെയും ഉണ്ണിയുടെയും രൂപം പ്രതിഷ്ഠിക്കുകയും ഓലമേഞ്ഞ ഒരു ചെറിയ ദേവാലയം പണിയുകയും ചെയ്തു. നാം ഇന്ന് കാണുന്ന ദേവാലയത്തിന്റെ പുനരുദ്ധാരണത്തിന് കാരണമായ സംഭവം പിന്നീട് നടക്കുകയുണ്ടായി. ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടായ കടൽക്ഷോഭത്തിൽ കപ്പൽ അപകടത്തിൽപ്പെട്ടപ്പോൾ അതിലെ കപ്പിത്താൻ മാതാവിനെ വിളിച്ച് കരഞ്ഞപേക്ഷിക്കുകയും കപ്പൽ വേളാങ്കണ്ണി തീരത്തേക്ക് അടുപ്പിക്കുകയും ചെയ്തു. ആ കപ്പലിൽ ഉണ്ടായിരുന്നവർ രക്ഷപ്പെട്ടത് തങ്ങളെ രക്ഷിച്ചത് മാതാവാണെന്ന് ഉറച്ചു വിശ്വസിച്ചു. തുടർന്ന് ഓലമേഞ്ഞ കുടിൽ പൊളിക്കുകയും പകരം ഒരു ദേവാലയം പണികഴിപ്പിക്കുകയും ചെയ്തു. മാതാവിൻ്റെ ജനന തിരുനാളായ സെപ്റ്റംബർ 8 തന്നെയാണ് വേളാങ്കണ്ണിയിലും തിരുനാൾ ആഘോഷിക്കുന്നത്. 5 ഭാഷകളിലായി എന്നും വിശുദ്ധ ബലി അർപ്പിക്കപ്പെടുന്നു. നമ്മുടെ ജീവിത പ്രതിസന്ധികളിൽ പതറാതെ, ദുഃഖങ്ങളിൽ തളരാതെ, പ്രാർത്ഥനയിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ക്ഷമയോടെ കർത്താവിൻ്റെ ഇടപെടലുകൾക്കായി നമുക്ക് കാത്തിരിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. എല്ലാവർക്കും
അമ്മയുടെ ജനന തിരുനാളിൻ്റെ ആശംസകൾ നേർന്നുകൊള്ളുന്നു. നന്ദി.